37,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, വി ഓപ്ഷൻ ആണ് വരുന്നത്. ഡെൽറ്റ വേരിയന്റ് ആണ്, ഓട്ടോമാറ്റിക് ഡെൽറ്റ. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് 40,000 കിലോമീറ്റർ ആണ്. ടോപ്പ് എൻഡ് മോഡലാണ്. വയർലെസ് ചാർജിങ് എല്ലാം വരുന്ന ഫീച്ചേഴ്സോട് കൂടിയുള്ള വെഹിക്കിളാണ്. 9,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. 9,000 കിലോമീറ്റർ. 9 ഓട്ടോമാറ്റിക് തന്നെയാണ്. ZXi പ്ലസ് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. പ്ലസ് ഫുൾ ഓപ്ഷൻ ആണ്. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ, രണ്ട് ക്രിസ്റ്റ നമുക്ക് ഒന്നിച്ച് കാണിക്കാം. അടുത്ത രണ്ടും ക്രിസ്റ്റ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. രണ്ട് ഡീസൽ ഓട്ടോമാറ്റിക്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് എക്സ്ട്രീമിലാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കുറച്ച് ബഡ്ജറ്റ് കാറുകളും അതേമാതിരി ഹോണ്ട സിറ്റി അങ്ങനെ കുറച്ച് മിഡിൽ സെഗ്മെൻറ്റ് വണ്ടികളുടെ കളക്ഷനാണ് വരുന്നത്. ഇപ്പോൾ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂരാണ്. UST ഗ്ലോബലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഒരു നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ചാനൽ വീഡിയോ ഇഷ്ടപ്പെടും, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ഈ എപ്പിസോഡിൽ 5C ആണുള്ളത്. ബ്രോ, വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ അത്യാവശ്യം കുറച്ച് മിഡിൽ സെഗ്മെൻറ്റുകൾ കാണിക്കുന്നത് അല്ലേ? അതെ, ബഡ്ജറ്റ് കാർസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള 2022 മോഡൽ ZXi പ്ലസ് ഫുൾ ഓപ്ഷൻ ആണ്. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ, 2027 വരെ എക്സ്റ്റൻഡ് വാറണ്ടി ഇട്ടിട്ടുണ്ട് വണ്ടിയിൽ. അണ്ടർ ബോഡി കോട്ടിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് എല്ലാം അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ്, എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് സബ് വൂഫർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫുള്ളി ലോഡഡ് ആണ് വണ്ടി. ഇത് ZXi പ്ലസ് ആണ്. ടോപ്പ് എൻഡ് വണ്ടി അല്ലേ? ടോപ്പ് എൻഡ്. നമ്മുടെ ഈ വണ്ടിയുടെ കിലോമീറ്റർ എത്ര ആയിട്ടുണ്ട്? ഇപ്പോൾ 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് പ്രൈസ് വരുന്ന ഓഫർ പ്രൈസ് 730 ലക്ഷം രൂപ, 7,30,000 രൂപ കൊടുക്കാം. ഇത് ആസ്കിംഗ് പ്രൈസ് ആണോ, നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിനാൻസ് എത്ര വരും? ഫിനാൻസ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6.5-7 lakhs വരെയൊക്കെ ലോൺ കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി ഇഗ്നിസ് എങ്ങനെയാണ്? ഇഗ്നിസ് ഓട്ടോമാറ്റിക് ആണ്. 2018-19 വണ്ടിയാണ്. 18 വണ്ടി 19 രജിസ്ട്രേഷൻ അല്ലേ? ഡെൽറ്റ വേരിയന്റ് ആണ്, ഓട്ടോമാറ്റിക് ഡെൽറ്റ. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് 40,000 കിലോമീറ്റർ. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഒന്നുമില്ല. ഇന്ത്യയുടെ സീറ്റ് ഫാബ്രിക് ആണ്, നീറ്റാണ്. പക്ഷേ AC വരുന്നുണ്ട്. ഇൻബിൽറ്റ് അല്ല, പയ്യൻ സീറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർഡർ പവർ ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അഡീഷണൽ ആണ് ചെയ്തേക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ടയർ ആണ്. വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല. ടയർ 80% ടയർ ഉണ്ടല്ലേ? ഫാൻസി നമ്പർ ആണ് വരുന്നത്, 6,400. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് പ്രൈസ് വരുന്നത് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് 5.5 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 5.5 ഓട്ടോമാറ്റിക്, ഫൈനൽ 5.5 ഓട്ടോമാറ്റിക്. അത് നമുക്ക് ഓട്ടോമാറ്റിക് ഇഗ്നിസിന് മൈലേജ് 12-13 റേഞ്ച് കിട്ടൂലേ? അല്ല, മൈലേജ് നമുക്ക് 16 കിട്ടും. AMT ആണ് മൈലേജ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് നമുക്ക് ഏകദേശം 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. നല്ല പ്രൊഫൈലുള്ള 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഓക്കെ, പൈസ അടുത്ത വണ്ടി ബ്രസ ഓട്ടോമാറ്റിക് തന്നെയാണ്. ZXi പ്ലസ് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് അല്ലേ? 2021 ZXi പ്ലസ് സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. സ്മാർട്ട് ഹൈബ്രിഡ് ഓട്ടോമാറ്റിക് ആണ്. നല്ല മൈലേജ് ഉണ്ട്. എയർ കണ്ടീഷൻ 60% എയർ കണ്ടീഷൻ ആണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ടയർ ആണ്. കേട്ടില്ല, എത്ര പറഞ്ഞേ? 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ടയർ ആണ് കിടക്കുന്നത്. ഓക്കെ, സ്മാർട്ട് ഹൈബ്രിഡ് അല്ലേ? അതെ. ഓണർഷിപ്പ് സിംഗിളിനാണോ? സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി വാറണ്ടി കിടപ്പുണ്ട്. അണ്ടർ വാറണ്ടിയിലാണ്. സീറ്റ് ഉണ്ട്, വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ. സ്റ്റീരിയോ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, പുഷ് സ്റ്റാർട്ട്, കീലെസ് സെൻറ്റർ എല്ലാം വരുന്നുണ്ട്. ഇത് എയർബാഗ് എത്രയാണ് വരുന്നത് ഇതിനകത്ത്? ഇത് 2 എയർബാഗ് വരത്തുള്ളൂ. അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് നമുക്ക് 9,80,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 9.80 ആസ്കിംഗ് ആണ്, നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഫിനാൻസ് എങ്ങനെയാണ് വരുന്നത്? ഇത് ഫിനാൻസ് നമുക്കൊരു 8.5-9 വരെയൊക്കെ ലോൺ കയറും. പൈസ അടുത്ത വണ്ടി ഗ്രാൻഡ് നിയോസ് ഓട്ടോമാറ്റിക് ആണ്. 2021 മോഡൽ ആസ്തയാണ്. ടോപ്പ് എൻഡ് മോഡലാണ്. വയർലെസ് ചാർജിങ് എല്ലാം വരുന്ന ഫീച്ചേഴ്സോട് കൂടിയുള്ള വെഹിക്കിളാണ്. നീറ്റാണ്. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല. മൈനർ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളൂ. ഈ ബമ്പറിന്റെ അവിടെയൊക്കെ ചെറിയ മേജർ ആയിട്ടൊന്നുമില്ല. സീറ്റ് നീറ്റാണ് കേട്ടോ, ഫാബ്രിക് ആണ്, പക്ഷേ വെൽ മെയിൻറ്റൈൻഡ് ആണ്. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് സപ്പോർട്ട് ഉണ്ട്, ഓട്ടോമാറ്റിക് AC, ഫോർഡർ പവർ ഉണ്ട്, പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ് അല്ലേ വരുന്നത്? ഡ്യുവൽ എയർ ബാഗ്. ഓക്കെ, വണ്ടി നീറ്റാണ്. ഒരു പറയാനായിട്ട് മൈനൂർ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് വരുന്ന ഏതാ? CVT ആണ് വരുന്നത് ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് വരുന്ന ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് AMT മോഡൽ തന്നെയാണ് വരുന്നത്. സ്മാർട്ട് ഔട്ടർ എന്നും പറഞ്ഞിട്ടൊരു വേരിയന്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് നമുക്ക് 6,75,000. നെഗോഷ്യബിൾ ആണ്. നോക്കാം. മാക്സിമം നെഗോഷ്യബിൾ ആയിരിക്കും അല്ലേ? മാക്സിമം നെഗോഷ്യബിൾ. ഫിനാൻസ് ഒക്കെ എങ്ങനെ ആയിരിക്കും? ഫിനാൻസ് നമുക്കൊരു 6 lakhs വരെയൊക്കെ ലോൺ കയറും. 6 വരെയൊക്കെ ലോൺ കയറും. ഓക്കെ, ഫൈസ് ബ്രോ അടുത്ത വണ്ടി
ഹോണ്ട സിറ്റി 2022 മോഡലാണ്. 37,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, വി ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ. ടയർ എല്ലാം പുതിയതാണ്. സെക്കൻഡ് ടയർ യോക്കോഹാമയുടെ പുതിയ ടയേഴ്സാണ് വരുന്നത്. ഓക്കെ. നീറ്റാണ്, വെൽ മെയിൻറ്റൈൻ ആണ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. സീറ്റേഴ്സ് എല്ലാം നമ്മൾ പുതിയ ചെയ്തതാണ്. നീറ്റ് ക്ലീൻ ആണ് കേട്ടോ. അതെ അതെ. ഓക്കെ. എന്നിട്ട് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റീരിയോ കൺട്രോൾസ്, വാട്ടർ പോയിന്റ് എല്ലാം വരുന്നുണ്ട്. അല്ല, ക്രൂസ് കൺട്രോൾ എല്ലാം വരുന്ന മോഡലാണ്. മാനുവൽ തന്നെ ക്രൂസ് കൺട്രോൾ എല്ലാം വരുന്ന മോഡലാണ്. ഇത് ഡീസലാണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ, വി ഓപ്ഷനാണ്. ഓക്കെ. മാനുവൽ അല്ലേ? അതെ, മാനുവൽ. അപ്പോൾ നമുക്ക് പെട്രോളിന് എങ്ങനെ മൈലേജ് വരുന്നത് പൊതുവേ? പെട്രോൾ നമുക്കൊരു 13-14 മൈലേജ് കിട്ടുന്നത്. സിറ്റിയിലേക്കാണെങ്കിൽ കുറവായിരിക്കും. ഒരു 14-15 മൈലേജ് പ്രതീക്ഷിക്കാം ഹൈവേയിൽ. പ്രൈസ് ഇത് പ്രൈസ് ഇട്ടിരിക്കുന്നത് 10,25,000. 10-25 ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആണ്. നമുക്ക് മാക്സിമം ലോൺ എടുത്ത് കൊടുക്കാൻ പറ്റും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ മാക്സിമം ലോൺ എടുത്ത് കൊടുക്കും. മാക്സിമം ലോൺ കിട്ടും. അപ്പോൾ അടുത്ത വേണ്ടി സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ. ഇത് ഡിസയർ ഡീസൽ 2015 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 72,000 കിലോമീറ്റർ, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. 4 ടയർ എല്ലാം പുതിയതാണ്. ഓക്കെ. ആ ടയർ തന്നെ പുതിയ ടയർ അല്ലേ? പുതിയ ടയറാണ്. ഓക്കെ. നല്ല മൈലേജ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഒന്നും നോക്കാതെ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കമ്പനി സർവീസ് അല്ലേ? കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. വീഡിയോ ആകാൻ പറ്റുന്ന ഫോട്ടോ പോറുണ്ട്, AC പോസ്റ്റ് ഇറങ്ങി, ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ അതെ. ആകെ ഇതിൽ പെയിന്റിംഗ് വർക്ക് ഉള്ളത് ബാക്ക് ഡിക്കിയിലൊന്ന് പെയിന്റിംഗ് ചെയ്തിട്ടുണ്ട്, ബമ്പറും പെയിന്റിംഗ് ചെയ്തിട്ടുണ്ട്. മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പെയിന്റിംഗ് മാത്രമേ ഉള്ളൂ. അത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഈ ബമ്പറിലും ഈ ഡിക്കിയിലും മാത്രം റീപെയിന്റ് ഉണ്ട്. അല്ലാണ്ട് വേറെ പാർട്സോ ഗ്ലാസോ ഡോറോ വേറെ ഒരു വർക്കും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 4,80 കൊടുക്കാം. 4,80 ആസ്കിംഗ് പ്രൈസ് അല്ലേ? പ്രൈസ് നെഗോഷ്യബിൾ. ഓക്കെ. ഫിനാൻസ് അപ്പോൾ എത്ര കയറും മാക്സിമം? ഫിനാൻസ് നമുക്കൊരു 3.5 കയറുന്നത്. 3.5-4 നമുക്ക് പ്രൊഫൈൽ അനുസരിച്ചാണ് നമുക്ക് ഫണ്ടിങ് കയറി വരുന്നത്. അതെ. അടുത്ത വേണ്ടി കിയ കാരൻസ്. അടുത്തത് കിയ കാരൻസ് 2022 മോഡൽ, ലക്ഷറി പ്ലസ് 7 സീറ്റർ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ അല്ലേ? ഡീസൽ. ഓക്കെ. ലക്ഷറി പ്ലസ് വേരിയന്റ് ആണ്. ടോപ്പ് എൻഡ് മോഡലാണ്. ടോപ്പ് എൻഡ് വണ്ടി അല്ലേ? അതെ അതെ. കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയായി? കിലോമീറ്റർ 34, സിംഗിൾ ഓണർ, അണ്ടർ വാറണ്ടിയിലാണ് വണ്ടി ഉള്ളത്. സർവീസ് പാക്കേജ് അഡീഷണൽ കിടപ്പുണ്ട് കേട്ടോ. ഇതിലുള്ള നീറ്റ് കണ്ടീഷനാണ്. 7 സീറ്റർ ആണ്. ഇതിനകത്ത് ഇൻവെർട്ടർ സ്റ്റീരിയോ, സ്റ്റിയറിംഗ് ബോർഡ് കൺട്രോൾസ്, മോട്ടോർ എല്ലാ ഫീച്ചറും വരുന്നുണ്ടല്ലേ? ടോപ്പ് എൻഡ് ആണ്. പാഡൽ ഷിഫ്റ്റിംഗ് എല്ലാം വരുന്ന മോഡലാണ്. ഓക്കെ. കീലെസ് എൻട്രി, പുഷ് സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട്. കീലെസ് എൻട്രി തന്നെ കീഴിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. വെളിയിൽ നിന്ന് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. കിയ കാരൻസ് നമുക്ക് തന്നെ മൈലേജ് വരുന്ന ഓട്ടോമാറ്റിക് ഡീസൽ? ഇത് ഡീസൽ മൈലേജ് ഒരു 16-17 അടുപ്പിച്ചൊക്കെ മൈലേജ് കിട്ടും അല്ലേ? ഓൺ റോഡ് 24-25 ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് ഉണ്ട്. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 17,45 ആണ്. ഓഫർ പ്രൈസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആനിവേഴ്സറി എഡിഷൻ ആയിട്ട് നമ്മളൊരു ഓഫർ പ്രൈസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. ഓക്കെ. അപ്പോൾ ഇത് കുറച്ചുകൂടി നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് നമുക്ക് എത്ര ഫണ്ട് ചെയ്യാൻ പറ്റും? ഫിനാൻസ് നമുക്ക് മാക്സിമം ഒരു 16 വരെയൊക്കെ ഫണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത 2 ക്രിസ്റ്റ അല്ലേ? 2 ക്രിസ്റ്റ നമുക്ക് ഒന്നിച്ച് കാണിക്കാം. അടുത്ത രണ്ടും ക്രിസ്റ്റ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2 ഡീസൽ ഓട്ടോമാറ്റിക് 2018, 2020. ഇത് BS6 എഞ്ചിനാണ്. ഇത് 2018 GX ആണ്. 2 GX വേരിയന്റ് ആണ്. ഇത് 1.75 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. ക്ലീൻ വണ്ടി അല്ലേ? ക്ലീൻ വണ്ടി. KL01 തന്നെയാണ്. 2 വണ്ടിയും KL01 രജിസ്ട്രേഷൻ ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണോ? ഒറിജിനൽ കേരള വണ്ടി. 2 ഒറിജിനൽ കേരള വണ്ടി. അത് ഫസ്റ്റ് ഓണർ. ഇത് വൈറ്റ് വരുന്നത് സെക്കൻഡ് ഓണർ ആണ്. ഇത് സെക്കൻഡ് ഓണർ. ഇതിൽ അഡീഷണൽ 360 ക്യാമറ ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രൈസ് എങ്ങനെ? ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് പ്രൈസ് വരുന്നത് 22.5. ഇത് പ്രൈസ് വരുന്നത് 18.5 ലക്ഷം. ഓക്കെ. കാരണം വണ്ടി നീറ്റാണ്. വേറെ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. നീറ്റാണ് കാണിക്കാത്തത്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഷോറൂം ഹിസ്റ്ററിയുള്ള വണ്ടികളല്ലേ? എല്ലാം കമ്പനി സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ ഷോറൂമിൽ തന്നെ നമുക്ക് വണ്ടി കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഹെൽത്ത് റിപ്പോർട്ട് എല്ലാം എടുത്തതിന് ശേഷം മാത്രം അവർ ഫൈനലൈസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പം അത്രയും ജെന്യുവൻ വണ്ടികളാണ്. തീർച്ചയായിട്ടും. ശരി. അപ്പോൾ ഫിനാൻസ് രണ്ടും എങ്ങനെ വരും ബ്രോ? ഫിനാൻസ് നമുക്ക് ഏകദേശം ഒരു 3 to 4 lakhs ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. ബ്രസ 2023 മോഡൽ, 9,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. 9,000 കിലോമീറ്റർ, 9,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ZXi പ്ലസ് ഫുൾ ഓപ്ഷൻ ആണ്. സൺറൂഫ്, 6 എയർ ബാഗ് വരുന്ന മോഡലാണ്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് മാനുവൽ ആണോ? പെട്രോൾ മാനുവൽ ഹൈബ്രിഡ് ആണ്. 16-18 അടുപ്പിച്ച് മൈലേജ് കിട്ടും. ഓക്കെ. ടോപ്പിൻ്റെ വണ്ടി അല്ലേ? ടോപ്പിൻ്റെ വണ്ടി. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നീറ്റാണ്. ഇതിനകത്ത് സ്റ്റിയറിംഗ് ബോർഡ് കൺട്രോൾസ് വരുന്നുണ്ട്. ഫോർഡർ പോറുണ്ട്, AC പോസ്റ്റർ, ഇൻബിൽറ്റ് സീറ്റ്, ടച്ച് സ്ക്രീൻ, എയർ ബാഗ് ഇടുകയല്ലേ വരുള്ളൂ? 6 എയർ ബാഗ്. 6 എയർ ബാഗ് അല്ലേ? 6 എയർ ബാഗ് വരുന്ന മോഡലാണ്. സുസുക്കി കണക്ട് ഒക്കെ വരുന്ന ടോപ്പ് മോഡലാണ്. ഇതിൽ റീപ്ലേസ്മെന്റ് ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം റീപ്ലേസ് ഉണ്ട്. അത് ചെറിയൊരു മാങ്ങ വീണ് അടിച്ച് പൊട്ടിയാണ്. അത് ഹിസ്റ്ററിയിലുണ്ട്. ഓക്കെ. ഇത് നമ്മൾ റീപ്ലേസ്മെന്റ് ബോണറ്റ് റീപ്ലേസ്മെന്റ് ഇല്ല. ബോണറ്റ് റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ഉള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 01 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. കാരണം നമ്മൾ നമ്പർ കാണിക്കുന്നത് ഹിസ്റ്ററി എടുക്കുന്നവർക്ക് ഹിസ്റ്ററി എടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ നമ്പറോടെ കാണിക്കുന്നത് ഈ വണ്ടിയിൽ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് ഒരു ഫൈനൽ പ്രൈസ് ആയിട്ട് ഒരു 11,75,000 രൂപ കൊടുക്കും. 11,75. ഓക്കെ. ഇതും നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും? ഫിനാൻസ് നമുക്ക് ഏകദേശം ഒരു 10.5
അടുപ്പിച്ച് 10-11 വരെ കയറും. 2021 മോഡലാണ്ട് പ്രൊഫൈലുള്ള ITR ഒക്കെ ഉള്ള കേസാണെങ്കിൽ 0 ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റും. പൈസ അടുത്ത വേണ്ടി കിയ സോണറ്റ് 2021 രജിസ്ട്രേഷനാണ്. മാനുഫാക്ചറിങ് 20 ഉള്ളൂ, 21 രജിസ്ട്രേഷൻ. KL 01 സിംഗിൾ ഓണർഷിപ്പ് 7 DCT ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് 1 ലിറ്റർ ആണ്. GT ലൈൻ. സീറ്റ് വെന്റിലേഷൻ ഏതാ? GT ലൈൻ ആണല്ലേ? GT ലൈൻ ആണ്. ടോപ്പ് എൻഡ് മോഡലാണ്. സോണറ്റ് ടയർ കണ്ടീഷൻ 60% ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസിനാണ്. കമ്പനി സർവീസാണ്. ഇതിനൊക്കെ വേറെ പുറത്ത് സർവീസിന് സാധ്യതയില്ലല്ലോ അല്ലേ? അതെ 25 ലാസ്റ്റ് വരെ കമ്പനി വാറണ്ടി കിടപ്പുണ്ട്, ഷോറൂം വാറണ്ടി കിടപ്പുണ്ട്. സീറ്റ് ഉണ്ട്, ബോസിന്റെ സീറ്റ് ആണ് വരുന്നത്. എല്ലാം വരുന്നുണ്ട്. ഫീച്ചർ റിച്ച് ആണ്. സീറ്റ് വെന്റിലേഷൻ കൂടെ വരുന്നുണ്ട്. സീറ്റ് വെന്റിലേഷൻ ഉണ്ട് അല്ലേ? അതെ. പ്രത്യേകിച്ച് പറയാം, എല്ലാ ഫീച്ചറും ഉണ്ട്. കീലെസ് എൻട്രി, പുഷ് സ്റ്റാർട്ട്, സ്റ്റീയറിംഗ് മോഡ് കൺട്രോൾസ്. കാരണം ഹ്യുണ്ടായുടെ ഈ പറഞ്ഞ പോലെ സബ് ബ്രാൻഡ് ആകുമ്പോൾ ഹ്യുണ്ടായും കിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇറക്കിയ റിച്ച് ആണ് അവർ. അതെ അതെ. ഓക്കെ. പിന്നെ സോണിന്റെ പ്രത്യേകത നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച് പുറത്ത് കയറ്റി വിടുന്ന ഒരു ഇമ്പോർട്ട് ആയതുകൊണ്ട് അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സോണിന്റെ നല്ല ബിൽഡ് ക്വാളിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് 11,70,000 രൂപ. 11,70,000. ഓക്കെ. ആസ്കിംഗ് ആണ്, നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് അപ്പോൾ എങ്ങനെയാ? ഫിനാൻസ് നമുക്കൊരു 10.5 വരെ കയറും. പൈസ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അതെ, അത്യാവശ്യം കുറേ വണ്ടി സ്റ്റോക്ക് ഉണ്ട്, ഒരുപാട് വണ്ടികൾ വേറെ സ്റ്റോക്ക് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ 2 എപ്പിസോഡ് നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ.